അസ്സലാമലൈക്കും. ന്യൂഹ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളിന്ന് പൊയ്ക്കൊന്ന് പോകാറുണ്ട്, പൊയ്ക്ക് പോവുകയാണ്. അപ്പോൾ പൊയ്ക്ക് പോകണ ഈ വഴി മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നടുക്ക് കൂടെ വേണം പോകാൻ. ഇത് പാല് കൊണ്ടുവന്നേക്കണ കുറ്റികളാട്ടോ. ഇതിലെങ്ങനെ പോയിട്ട് ഒരു കുണ്ട് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. കാപ്പികളും റബ്ബറും ഒക്കെയാണ് കേട്ടോ അവിടെ. അപ്പം ഇങ്ങനെ ഈ എസ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ ഒരു വഴിയാട്ടോ, റോഡാണ്. ഇപ്പം ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ പിന്നെ ഒരു കുണ്ട് കണ്ട് ഇറങ്ങണം കേട്ടോ. അവിടെയാണ് പോയാൽ. അപ്പോൾ പണ്ടൊക്കെ ഈ പൊയ്യിൽ വന്ന് എല്ലാവരും കുളിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതേപോലെ വിറക് ഇഷ്ടം മാതിരി കിടക്കുന്നുണ്ട്. വാണ്ടോൽക്ക് പെറുക്കിക്കൊണ്ടാകാം കേട്ടോ. ഈ വിറക് പെറുക്കണിയിൽ അലാലും അറാമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ നാട്ടിൽ അങ്ങനെയാണ്. ഈ റബ്ബർ എസ്റ്റേറ്റ് ഇതിലെ ഈ പിന്നെ പ്രദേശവാസികൾക്ക് വേണ്ടത് എന്നല്ല, പിന്നെ വിൽക്കാൻ പറ്റുന്നതൊന്നും മുറിച്ചു കൊണ്ടൊന്നും പോകാൻ പറ്റൂല. ഇങ്ങനെ വീണ വിറകുകൾ കൊണ്ടുപോകുക, പിന്നെ കത്തിച്ച. പക്ഷേ ഇപ്പം ആരും ഇങ്ങനെ വിറക് പെറുക്കാനൊന്നും വരില്ല. പണ്ടൊക്കെ ഇവിടെ വന്ന് എല്ലാവരും വിറകൊക്കെ ശേഖരിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും വീട് കൂടി ഒരു വർഷം മഴക്കാലം തീരുന്നത് വരേക്കില്ലേ പിന്നെ വിറക് കൊണ്ടുപോയാണ്ട് സ്റ്റോക്ക് വെക്കും കേട്ടോ. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും എല്ലാവർക്കും. കരി ആയ പാത്രം കഴുകാനൊന്നും ഇപ്പോൾ വയ്യ. പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്യാസ്, പിന്നെ ചോറൊക്കെ ഇപ്പോൾ എല്ലാവരും അടുപ്പിലൊന്നും അല്ലല്ലോ വെക്കണേ. അപ്പം അതുകൊണ്ട് വിറകൊക്കെ ഇപ്പോൾ വെറുതെ വേണ്ടാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി. പുഴ ഉണ്ടോ, നല്ല സുന്ദരമായ പുഴയാണ്. പിന്നെ ഇഷ്ടംപോലെ കല്ലുകളും ഇവിടെ കഴുകാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ പിന്നെ പുഴങ്കല്ലൊക്കെ വന്ന് മണലൊക്കെ വന്ന് മൂടി കിടക്കുക കേട്ടോ. ഉപയോഗമില്ലല്ലോ ഇപ്പോൾ. ആരെങ്കിലുമൊക്കെ ഇതേപോലെ പെരുന്നാൾ, ഓണം അങ്ങനെ ലീവിന് വരുമ്പോൾ കുട്ടികളെയും പെറുക്കിങ്ങാണ്ട് വെറുതെ പുഴ കാണാൻ പോകുക എന്നല്ലാതെ. പിന്നെ ഇവിടെ അടുത്തുള്ള ചെറുക്കന്മാരൊക്കെ വന്ന് ചാടാനും ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചാനൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അല്ലാതെ ഒന്നും ഇവിടെ ഒന്നും ആരും വരവില്ല കേട്ടോ. കുളിച്ചാനൊന്നും പണ്ടത്തെ കാലം പോലെ വന്ന് കുളിക്കാനും പറ്റൂല. അതും ആണല്ലോ പറയാ. അപ്പം അങ്ങനെയൊക്കെയാണ്. നല്ല സൂപ്പർ സ്ഥലമാട്ടോ. ഞങ്ങളത് കുറേ വർഷമായ പിന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ പൊയ്യിലൊക്കെ കുറേ സമയം നീന്തി. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നീന്തുമ്പോൾ ഇങ്ങനെ കൂളിയിട്ട് പോകുമ്പോൾ എണ്ണീന്. ഇപ്പോൾ അതിനൊന്നും പറ്റൂല കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ കയറി വന്നപ്പോൾ നമ്മളെ മേലെ ഞങ്ങളെ ആദ്യം പണ്ട് താമസിച്ചിരുന്ന വീടാണ്. ഇതിലൊന്നും ഇപ്പോൾ ആരും താമസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പിന്നെ നമ്മളെ താഴെ ഭാഗത്ത് കുറച്ച് ഹിന്ദുക്കളുണ്ട് കേട്ടോ. നമ്മളെ അയൽവാസികളാണ്. പണ്ടേ നമ്മളെ വീട്ടിലില്ല, നമ്മളെ എന്ത് പിന്നെ കാര്യങ്ങൾ പറഞ്ഞാലും ഓടി എത്തണോലാട്ടോ. നമ്മൾ രണ്ട് ജാതിയാണ് എന്നുള്ളതൊന്നും കാണിക്കലില്ല. അവർ നമ്മൾ വിളിച്ചിടത്ത് വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഓർക്ക് മിറ്റം നേരെ റോഡാണ്. അപ്പോൾ കുട്ടികൾ പിന്നെ ഓണത്തിന് വിരുന്ന് തന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പേരക്കുട്ടികൾ അങ്ങനെ. അപ്പോൾ അവിടെ റോഡിൻ്റെ അവിടെ കളിച്ചാൻ സുഖമില്ലാതെ ഓല് നമ്മളെ മിറ്റത്ത് പഴയ മിറ്റത്ത് വന്നുകാണ്ട് കളിച്ചാട്ടോ. ഓണക്കളികളാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇവിടെ ഓണത്തിന് എല്ലാ വിരുന്ന് വന്ന കുട്ടികളാണ്. ഓല് പല കളികൾ കളിച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ സ്പൂണിൽ വെച്ച് ഓടുക, വലിയോല് ചെറിയോല് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. വലുതും ചെറുതും ഒക്കെ ഉണ്ട്. കുട്ടികൾ കളിച്ചുമ്പോൾ വലിയവർക്ക് ഓണം ഞങ്ങളും ഒന്ന് കളിച്ചട്ടേന്ന്. അങ്ങനെ വലിയവർ ചെറിയവരെന്നൊന്നും ഇല്ലാതെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇതിൽ കളിച്ചാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കസേരക്കളി. ആദ്യം കുട്ടികൾ, പിന്നെ അതിൻ്റെ വലുത്, പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ എല്ലാവരും ഉണ്ട്. വലിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കസേരക്കളി വരെ ഉള്ളൂ ഞാൻ എടുത്തത്. അപ്പം അതിന് സമയം ഒരുപാടായി. മരുവിൻ്റെ വാങ്ക് വിളിച്ചാനായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്നു. വീഡിയോ ചെറുതാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും എന്ന് വിചാരിക്കണം. സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ കുട്ടികൾ കളിച്ചിന്. ഇവർക്ക് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്കൊക്കെ പിന്നെ ഇനി എന്തെങ്കിലും കൊടുക്കണമല്ലോ കരുതി ഇവിടെ വന്നപ്പം ഇവിടെ ആങ്ങളെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി പെൻസിലുണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാ കുട്ടികൾക്കും കൂടി വേറൊന്നും കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മളെ അയൽവാസി കുട്ടികൾക്ക് എടുത്ത് വെച്ചത് തന്നെയായിരുന്നു. അപ്പം എന്നാൽ ഇനി ഇതിനാണ് കൊടുക്കുക എഴുതിയാണ്ട് എല്ലാവർക്കും ഓരോന്നാണ്ട് എടുക്കാമല്ലോ എന്നും പറഞ്ഞാൽ അതാണ് കൊടുത്ത് നമ്മളെ വക കേട്ടോ.
അല്ലാതെ ഒന്നും ഉണ്ടായില്ല. അവിടെ കൊടുത്തത് വിളിച്ചറിയല്ല കേട്ടോ, ഒരു സന്തോഷം അത്രമാത്രം. അപ്പോൾ ഇതാ കസേരക്കളി കുട്ടികൾ കളിച്ചിഞ്ഞി പെൺകുട്ടികളാണ്. ഇതൊക്കെ ഇവിടെ അല്ല പേരക്കുട്ടികളാട്ടോ, കുട്ടികളും അതിൻ്റെ കുട്ടികളും ഒക്കെയാണ്. രസമാണ് ഇത് കണ്ടിട്ട്. ഇപ്പോൾ ബലും പറയുന്നത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ നമുക്കും കളിച്ചതിന് ഇങ്ങനെയാണ്. പക്ഷെ ഫുള്ളും കണ്ടില്ല, ഫുള്ളും ഇടാൻ കൂടിയില്ല. ഫുള്ള് എന്ന് പറഞ്ഞാൽ അവിടെ സുന്ദരിക്ക് പൊട്ട് തൊടുക, കലം തല്ലി പൊട്ടിച്ചൊക്കെ ഉണ്ടായിരുന്നത്രേ. ഞങ്ങളപ്പോൾ ഇതിനൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോന്നു. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ കേട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ടോ? ഓണക്കളികളും നബിദിനം കഴിഞ്ഞോ? നബിദിന പരിപാടികളും ഈ വർഷം ഏതായാലും ഓണോ നബിദിനൊക്കെ ഒപ്പം വന്നപ്പോൾ സ്കൂളും പൂട്ടി, മദ്രസ് പൂട്ടിയിട്ടൊന്നുമില്ലെങ്കിലും നബിദിനത്തിൻ്റെ ഒരു ഒഴിവുണ്ടാവില്ലല്ലേ. അതുകൊണ്ട് കുറേ മദ്രസ ഒന്നും പോവില്ല വിരുന്ന് പോകണവർക്ക്. അങ്ങനെ എല്ലാവരും വിരുന്നൊക്കെ പോയിക്കൂലേ. ഞങ്ങളും അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതാ ഇത് കുറച്ച് വലിയ കുട്ടികളാട്ടോ. ഇതൊക്കെ കുട്ടികളും മക്കളും ഇല്ലോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കളിയൊക്കെ കാണാൻ. കുറേ നേരം നോക്കിയിരുന്നു, ഫുള്ളും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.